അവകാശികൾ നേരിടുന്ന പലതരം അവകാശ ലംഘനങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് ആണുമുണ്ട് പെണ്ണുമുണ്ട്. ലിംഗസമത്വത്തെക്കുറിച്ച് പറയാൻ 1000 വനിതാ സംഘടനകളും അത് എതിർക്കാൻ പുരുഷവാദികളുമുണ്ട്. ആണും പെണ്ണും അല്ലെങ്കിൽ ഇതിലെവിടെയും ഇടം കിട്ടാതെ പോകുന്ന ചില ജീവിതങ്ങളുണ്ടെന്നും അവരും മനുഷ്യരാണെന്നും തിരിച്ചറിഞ്ഞിട്ട് കാലമേറെയായെങ്കിലും ഇന്നും മലയാളി അവരെ അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും റേഷൻ കാർഡിൽ പ്രത്യേക സ്ഥാനവും യൂണിവേഴ്സിറ്റിയിൽ റിസർവേഷനും അടക്കം നിലവിൽ വന്നെങ്കിലും ഈ തേർഡ് ജെൻഡറിനെ മലയാളി എന്തുകൊണ്ട് ഇപ്പോഴും കല്ലെറിയുന്നു? കോടികളുടെ തട്ടിപ്പ് കേസുകളിലും മാധ്യമങ്ങളിൽ നമ്മൾ തിരയുന്നത് സ്ത്രീ ഉടലുകളുടെ വിനിമയങ്ങളാകുന്ന ഈ കാലത്ത് സങ്കീർണമായ ഈ ഉടലുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണ്? മലയാളികളിൽ ഇത് തുറന്നു പറയാൻ ഒരു ഋതുപർണഘോഷും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്കും പറയാനുണ്ട്. ഇത്തവണ പറയുന്നത് അതാണ്. മലയാളി കാണാത്ത, കണ്ടാലും കണ്ടഭാവം നടിക്കാത്ത ആൺ ശരീരത്തിലെ പെൺമനസ്സുകൾ. വിമത ലിംഗവാദികളെക്കുറിച്ച് ഈ ആഴ്ച സംസാരിക്കുന്നു. ഈ വിഷയത്തിൽ പ്രശ്നങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത പ്രമുഖർ നമുക്ക് അതിഥികളായി ചേരുന്നു. ശ്രീ സിവിക് ചന്ദ്രൻ, ഡോക്ടർ എം ഗംഗാധരൻ, ജയദേവിക, സീന പനൊലി, അനിൽ, അതോടൊപ്പം സംഘടനാ പ്രവർത്തകരായ സുഗു, ശ്യാം, ഒപ്പം ചാനൽ റിയാലിറ്റി ഷോയിലൂടെ ഏറെ പരിചിതനായ വിനീതും. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തെ സാധാരണക്കാർ എന്ന് വിളിക്കുന്ന നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? പ്രേക്ഷകരോടും നമുക്ക് ചോദിക്കാം. ശ്രീമതി ജയദേവിക, ഒരു 10 വർഷത്തിന് ഇപ്പുറത്തേക്ക് ലോകരാജ്യങ്ങളിലാണെങ്കിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും ഒരു വിമത ലിംഗവാദികൾ അല്ലെങ്കിൽ തേർഡ് ജെൻഡർ ഇവരുടെ ജീവിത രീതി ഏറെ മാറി അല്ലെങ്കിൽ ജീവിത അവസ്ഥ ഏറെ മാറിയെന്ന് അവകാശപ്പെടുന്നു മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ. ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു, ഒട്ടേറെ അവകാശങ്ങൾ വരുന്നു, അല്ലെങ്കിൽ അവകാശത്തെക്കുറിച്ച് പറയാൻ കൂട്ടായ്മകൾ നടക്കുന്നു. കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിലിപ്പം മറ്റ് സംസ്ഥാനങ്ങളിലായാലും കേരളത്തിലായാലും കഴിഞ്ഞ 10 വർഷമായിട്ട് ആഗോളതലത്തിൽ നിന്ന് തന്നെയുള്ള പലതരത്തിലുള്ള അവസരങ്ങളുണ്ടെന്നുള്ളതാണ് ഈ ഇത്തരം ഒരു നീക്കം. വിമത ലൈംഗികരായ അല്ലെങ്കിൽ നമ്മൾ ലൈംഗിക ന്യൂനപക്ഷം എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ സമൂഹത്തിൽ വിസിബിൾ ആവാൻ തുടങ്ങി എന്നുള്ളത് ഒരു തരത്തിൽ ഇവിടെ നിലനിൽക്കുന്ന മാസ്കുലിനിറ്റി ഈ കൺസെപ്റ്റിനെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു ഇതാണ്. ആ ചോദ്യം ചെയ്യപ്പെടൽ അത്തരം ഇതിൽ നിലനിൽക്കുന്ന ഒരു നോമിനെ അത് ഒരു വെല്ലുവിളിയാവുന്ന തരത്തിൽ ചെറിയ തരത്തിലുള്ള വെല്ലുവിളിയായിട്ടുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട്. മലയാളിയുടെ കപട സദാചാരത്തെ എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങളിലാണെങ്കിലും സദാചാരബോധം എന്ന് പറയുന്നത് കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ വളരെ അത് ഭയങ്കര റിജിഡായിട്ട് ഇടുങ്ങിയ അവസ്ഥ തന്നെ അത് കൂടി വരികയാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സീന, കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുന്നെയാണ് തൃശ്ശൂരിൽ ഇതിൻ്റെ വാർഷിക കൂട്ടായ്മ ക്യു പ്രൈഡ് നടന്നത്. ഇത്തരം കൂട്ടായ്മകൾ നടത്തുമ്പോൾ ഒരു ചടങ്ങ് എന്നതിനപ്പുറം എന്തെങ്കിലും ഒരു അവകാശ പ്രഖ്യാപനങ്ങൾ നടത്താനോ അല്ലെങ്കിൽ അത് നേടിയെടുക്കാനോ പൊതുസമൂഹം ഇവരെ അനുവദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് തോന്നുന്നുണ്ടോ സീനയ്ക്ക്? ആ പരിപാടിയിൽ ആദ്യം നടത്തുമ്പോൾ അതിന് ഓഡിയൻസ് ആയിട്ട് വരുന്ന ആളുകളുടെ എണ്ണവും ആരൊക്കെ ഓഡിയൻസ് ആയിട്ട് വരുന്നു എന്നുള്ളതും അതിലൊക്കെ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. കൂടുതൽ ആളുകൾ സമൂഹത്തിൻ്റെ പല മേഖലകളിലും, ഒരുപക്ഷെ ആദ്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള ആളുകൾ പലതര മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആക്ടിവിസ്റ്റുകളൊക്കെ ആയിരുന്നു പരിപാടി. അത് കേൾക്കാനും പറയാനും കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പബ്ലിക് ഒരു മെയിൻ സ്ട്രീമിൽ നിന്നുള്ള ഇതിന് ആളുകളുടെ പങ്കാളിത്തം കേൾക്കാനും അത് കൗതുകത്തിൻ്റെ പുറത്തോ എന്തിൻ്റെയൊക്കെ പുറത്ത് ആളുകളുടെ ഒരു പങ്കാളിത്തം കൂടിയിട്ടുണ്ട്. ഇത്തരം കൂട്ടായ്മകൾ നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ ആ ഒരു ക്യൂരിയോസിറ്റി അല്ലേ ഇപ്പോഴും മലയാളി സമൂഹത്തിനുള്ളത്? അല്ല, ഒരർത്ഥത്തിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ക്യൂരിയോസിറ്റി ഇപ്പോൾ അപർണ പറഞ്ഞതുപോലെ തന്നെ ആവാം ഒരു പക്ഷേ അങ്ങനെ അല്ലാതെ ഈ പറഞ്ഞ പോലെ, കാരണം ഈ കാര്യങ്ങളൊന്നും പുതുമയൊന്നും അല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ പോലും എല്ലാവർക്കും അറിയാം ഡിസയർ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും തമ്മിൽ മാത്രം ഉള്ളതൊന്നും അല്ല. ഉദാഹരണത്തിന് അപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ പലപ്പോഴും സെക്ഷുവാലിറ്റി വർക്ക്ഷോപ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വികസന പ്രവർത്തകരായ സ്ത്രീകൾക്ക് വേണ്ടി നടക്കുന്ന പിന്നെ വർക്ക്ഷോപ്പുകളിലൊക്കെ ഈ ലൈംഗികതയെക്കുറിച്ച് സംസാരിച്ചാൽ ലോകം ഇടിഞ്ഞു വീഴും, അവരൊക്കെ വളരെ കൺസർവേറ്റീവ് ആണെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ശരിക്കും അങ്ങനത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ സ്ത്രീകളൊക്കെ പറയുന്നത് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ്. പക്ഷേ അത് തുറന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള വേദി ഇല്ല. തീർച്ചയായും ആ കൂട്ടായ്മയിൽ സംബന്ധിച്ച ശ്രീ സിവിക് ചന്ദ്രൻ, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു തേർഡ് ജെൻഡറിന് ഒരു റിസർവേഷൻ കൊടുക്കുന്നു. ആപ്ലിക്കേഷൻ ഫോമിൽ ഒരു പ്രത്യേക കോളമായി. തമിഴ്നാട്ടിൽ റേഷൻ കാർഡിൽ ഈ ഒരു
ഈ ഒരു ലിംഗവിഭാഗത്തിന് അവർക്കൊരു അസ്തിത്വമായി ഈ ഒരു കൂട്ടായ്മ നടക്കുന്നു, പല വർഷങ്ങളായി നടക്കുന്നു, താങ്കളെപ്പോലുള്ള പ്രമുഖർ അതിൽ പങ്കെടുക്കുന്നു. ഇതൊരു കൂട്ടായ്മ, മാധ്യമങ്ങളിലൊരു വാർത്ത, അതിനപ്പുറം ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മലയാളത്തിൽ ഒരാളെക്കുറിച്ച് പറയാവുന്ന വലിയൊരു തെറിയാണ് ആണും പെണ്ണും കെട്ടവൻ. ഇതുവരെ അങ്ങനെയായിരുന്നു. ആണാവാം പെണ്ണാവാം, പക്ഷെ അല്ലാത്ത ഒരാൾ എന്നുള്ളത്. പക്ഷേ മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്ത് ജെൻഡർ സെൻസസ് നടന്നു. ജെൻഡർ സെൻസസിലെ ചോദ്യം നിങ്ങൾ ആണാണോ പെണ്ണാണോ തേർഡ് ജെൻഡർ ആണോ എന്നുള്ളതാണ്. നമ്മുടെ മാഷന്മാരോ ടീച്ചർമാരോ ഈ ചോദ്യം ജസ്റ്റ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ജെൻഡർ സെൻസസിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. മലയാളികളാണ് യഥാർത്ഥത്തിൽ മറ്റു പല സംസ്ഥാനങ്ങളിലുള്ളത്. വേൾഡ് സോഷ്യൽ ഫോറം ബോംബെയിൽ നടന്നപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായി. അവിടെ വന്നപ്പോൾ അവിടെ ഏതാണ്ട് ഒരു മലയാളി എന്ന് കരുതുന്ന അന്ന് ഒരു രണ്ട് പേർ, സാരി ഉടുത്ത 2 പേർ, ഏതാണ്ട് കൃത്യമായി സ്ത്രീകളാണ് എന്ന് തോന്നാത്ത 2 പേർ അവിടെ ഓടിച്ചാടിക്ക് നടക്കുകയും എല്ലാവരുടെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുംബൈ പങ്കെടുക്കാൻ വന്ന വേറൊരാൾ പറഞ്ഞു, എന്താ അവരവിടെ ചെന്ന് ഇങ്ങനെ വേഷം കെട്ടെടുക്കുന്നത്, നമുക്ക് അവിടെ പോയി പരിചയപ്പെടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റ് ശില്പി രാജൻ വന്നിട്ട് അവരോട് ചോദിച്ചു, എന്താടാ അങ്ങനെ? അപ്പോൾ ഒരു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ എടുത്ത് ചോദിച്ചു, ഇങ്ങനെയൊക്കെ നടക്കാനായിട്ട് നിങ്ങൾക്ക് കോഴിക്കോടോ കേരളത്തിലോ സമ്മതിക്കുമോ? വാസ്തവത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രകൃതിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ശാരീരികമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ വിചാരങ്ങളിൽ, വികാരങ്ങളിൽ, കഴിവുകളിൽ ഒക്കെ സ്ത്രീ പുരുഷനും ഏകദേശം ഒന്നേ മാതിരിയാണ്. പിന്നെ സംസ്കാരമാണ്, നേച്ചറല്ല കൾച്ചറാണ് വേറെ വേറെ വേഷം കെട്ടിക്കുന്നതും വേറെ വേറെ വളർത്തിക്കൊണ്ടുവരുന്നതും ഇങ്ങനെ ആവണം പെണ്ണ് എന്നുള്ള സങ്കല്പം, ഇങ്ങനെയാണ് ആണ് എന്നുള്ള സങ്കല്പം, ഇതൊക്കെ ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് ആ തരത്തിലുണ്ടാകുന്ന ഒരു വിഭജനം വാസ്തവത്തിൽ ഇല്ലാതാക്കേണ്ടതാണ് കഴിയുന്നതും. ഈ ഇത്ര വലിയ വിഭജനം ഈ ഏത് പുരുഷനിലും ഒരു സ്ത്രീയുടെ അംശമുണ്ട്, ഏത് സ്ത്രീയിലും ഒരു പുരുഷൻ്റെ അംശവുമുണ്ട്. ഇപ്പോൾ രാമകൃഷ്ണ പരമഹംസരെ പോലുള്ളവർ ചില ദിവസങ്ങളിൽ സ്ത്രീയായിരുന്നു, അവർക്ക് ചിലപ്പോൾ മെൻസസ് തന്നെ ഉണ്ടായിരുന്നു, മെൻസ്ട്രുവേഷൻ തന്നെ ഉണ്ടായിരുന്നു. ഗാന്ധി സ്ത്രീകളുടെ കൂടെ ധാരാളം ഇടപഴകുമ്പോൾ ഞാൻ അവരുടെ അമ്മയാണ് എന്നുള്ള എനിക്ക് സങ്കല്പിച്ചിരുന്നു. ഇങ്ങനെ സ്ത്രീ പുരുഷ വ്യത്യാസം കൾച്ചറൽ, സംസ്കാരത്തിൽ, ജീവിത രീതിയിൽ നമ്മൾ അധികം ഉണ്ടാക്കുന്നതാണ്. അത് ഏറ്റവും അധികം ഉണ്ടാക്കിയിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഒരു 10 വർഷത്തിന് ഇപ്പുറത്തേക്ക് ശ്യാമിന് എന്താ തോന്നുന്നു? ഒരു 10 വർഷത്തിന് മുന്നേ, അതിപ്പം ശ്യാം പറഞ്ഞ പോലെ ഇതാണെന്ന് ശ്യാം തിരിച്ചറിയുന്ന സമയങ്ങളിൽ ഒരു പക്ഷേ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ സ്കൂളിൽ നിന്നോ കൂട്ടുകാരെന്നോ നാട്ടുകാരെന്നോ അല്ലെങ്കിൽ വീട്ടുകാരെന്നോ ഒക്കെ ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു പക്ഷേ കുറച്ചും കൂടെ തുറന്നു പറയാം, കുറച്ചും കൂടെ അംഗീകരിച്ചൊക്കെ തുടങ്ങിയില്ലേ നാട്ടുകാർ? 2008 ജൂലൈ 2 ആണ് 376 വിധി വരുന്നത്. അതുവരെ മാധ്യമങ്ങൾ നമ്മളെ എങ്ങനെയാണ് കണ്ടിരുന്നതെന്ന് നമ്മൾക്കൊക്കെ അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും. അതിനുശേഷമാണ് മാധ്യമങ്ങൾ പോലും നമ്മളെ ഒരു നല്ല രീതിയിൽ കാണുവാൻ തുടങ്ങിയത്. ഏത് മാധ്യമമായിക്കോട്ടെ, പത്രമാധ്യമങ്ങളായിക്കോട്ടെ, ചാനൽസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ. അതിനുശേഷമാണ് ഇത്തരം വിഭാഗം കേരളത്തിലും ഉണ്ട്. കേരളത്തിലും അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ഉണ്ടാക്കണം, അവർക്ക് നിലനിൽക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് 2008 ശേഷം ജൂലൈ 2 വിധിന് ശേഷമാണ് മറ്റുള്ളവർ ചിന്തിച്ചു തുടങ്ങുക. അതുവരെ ഞങ്ങളെല്ലാവരും തലയ്ക്ക് മുട്ടിട്ട് തന്നെ നടന്നിരുന്നത്. പക്ഷേ ഒരു വ്യക്തി സ്വാതന്ത്ര്യം, അതായത് ഒരു മനുഷ്യന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും ഹനിച്ചുകൊണ്ടാണ് അതുവരെ നമ്മൾ നടന്നിരുന്നത്. പക്ഷെ അതിനുശേഷം നമ്മൾക്ക് കുറച്ച് മാറ്റങ്ങൾ, പക്ഷേ ഇപ്പോഴും പരിപൂർണമായി മാറ്റങ്ങൾ സംഭവിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കൂടുതലും പോകുന്നത് കാലിക്കറ്റ് ആ ഭാഗങ്ങളിലാണ്. കാര്യം ട്രിവാൻഡ്രത്ത് ഇങ്ങനെയുള്ളവരെ അംഗീകരിക്കാൻ അവർക്ക് മനസ്സില്ല. എന്ന് വെച്ചാൽ ഒരു പുച്ഛം എന്നാണ് അവരുടെ സമൂഹത്തിൽ. അവർ നമ്മളുടെ ഇടയിൽ വരാൻ വേണ്ടിയിട്ട് അവർക്കൊരു പുച്ഛമാണ്. നമ്മളിങ്ങനെയുള്ളവരാണ്, അവരോട് നമ്മൾ കൂടരുത് എന്നൊക്കെ. എന്നാൽ സ്കൂളിലും കോളേജുകളിലും എല്ലാ തലത്തിലും ഉണ്ട്. എൻ്റെ ഗവേഷണത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യകാലം, അതായത് 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തെ പത്രങ്ങളിലൊക്കെ ഈ കോളേജുകളിലും സ്കൂളുകളിലും ഇവിടെ ഈ ആധുനിക സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒബ്സെഷൻ എന്ന് പറഞ്ഞാൽ ഈ സെക്ഷുവാലിറ്റിയെ പോലീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൃത്യമായ ആണും കൃത്യമായ പെണ്ണിനെയും സൃഷ്ടിക്കാൻ വലിയൊരു എഫേർട്ട് കഴിഞ്ഞൊരു 100 വർഷത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ഭാരമാണ് നമ്മളിപ്പോൾ ചുമക്കുന്നത്. ഈ രൂപത്തിൽ തന്നെയാണ് വിനീത് എപ്പോഴും പുറത്തിറങ്ങി നടക്കുന്നത്? അല്ല, ഞാൻ സാധാരണ നോർമൽ രൂപത്തിലാണ് സാധാരണ പുറത്തേക്ക് പോകാറ്. ഷോളിൽ മാത്രമാണ് ഞാൻ ഇതുപോലെ വസ്ത്രം ധരിക്കാറ്. അപ്പോൾ ഈ ഒരു വേഷത്തിലേക്ക്, അല്ലെങ്കിൽ ഇത് കൂടുതൽ ജനങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വേഷത്തിൽ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു തേർഡ് ജെൻഡറിൻ്റെ ഒരു ഇഷ്യൂ
നമ്മുടെ സമൂഹം ഒരു പ്രത്യേക രീതിയിൽ കാണുമ്പോൾ ഒരു ഷോയിലാണെങ്കിൽ പോലും ആ ഷോയിൽ ആ ഒരു വേഷം തിരഞ്ഞെടുക്കുമ്പോൾ സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയൊക്കെ ഒരു സമീപനം എങ്ങനെയായിരുന്നു കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനിങ്ങനെ വേഷം ധരിച്ച് ഷോകളിൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിട്ടുള്ളതും നമ്മളോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളതും സ്ത്രീകളാണ്. പുരുഷന്മാരെപ്പോഴും നമ്മളോടൊന്ന് സംസാരിക്കാനൊക്കെ അവർക്കൊരു അകലമാണ്. ഞാൻ ഒരു 10 വർഷത്തിന് ശേഷമാണ് ശരിക്കും അതിനുശേഷം ഒരിടവും ഒരു മരണത്തിനോ കല്യാണത്തിനോ അങ്ങനെ ഒരിതിലും പോകാറില്ല. ആരുമായിട്ടും ഒരു ടച്ചും ഇല്ല എനിക്ക്. ഇവരെ പോലെയുള്ളവരെ കാണുക, നമുക്ക് പ്രോഗ്രാം ചെയ്യുക. ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്, ചാനലിലും ചെയ്തിട്ടുണ്ട്, ചെയ്യുക. പിന്നെ ഈ നേരത്തെ ഇവരെല്ലാം പറഞ്ഞല്ലോ, മലയാളികളാണ് ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നത്. പക്ഷേ എപ്പോഴാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല, ഇരുട്ട് വരുമ്പോൾ. തീർച്ചയായും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്ലയൻറ്റുകളെ കിട്ടുന്നത് മലയാളികളാണ്. പക്ഷേ അവർ രാത്രി ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുക, അടുത്ത് വരികയും ചെയ്യും. പക്ഷേ വെട്ടം വന്നു കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ഇത് അവൻ മറ്റവനാണ്, അവൻ ഇവനാണ്. വേശ്യാവൃത്തി, ഇത് വേശ്യാവൃത്തി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവരുടെ അവകാശങ്ങൾ വേശ്യാവൃത്തി തന്നെയാണ്. ഇതിന് നമ്മൾ വേശ്യാവൃത്തി ചെയ്യുന്നവരല്ല.